ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി, അതായത് പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി, അദ്ദേഹം ഒരു പ്രസ്താവന കൊടുത്തു. അതായത് ഈ പോയ സാറ്റർഡേ ഏകദേശം 1200 പേരാണ് ഇംഗ്ലീഷ് ചാനൽ അനധികൃതമായി ക്രോസ് ചെയ്ത് ബ്രിട്ടനിൽ വന്നത്. അദ്ദേഹം കൂടെ പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയിപ്പോയി. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് 1200 പേര് ബ്രിട്ടീഷ് ചാനലിൽ കടന്നിട്ട് അവർ കയറുക. അപ്പം അതിനെ തടയുവാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്ത് നിന്നിരുന്ന ഫ്രഞ്ച് ഗവൺമെൻറ് സാധിക്കുന്നില്ല. ഇനി ആരും മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ 1200 പേരിനകത്ത് വലിയൊരു ശതമാനം ഫ്രാൻസ് പല നടപടികൾ എടുത്തപ്പോൾ അവിടുന്ന് പുറത്ത് ചാടിയവരാണ് വന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ തമാശ എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജർമ്മനി ഭയങ്കരമായിട്ട് ആക്ഷൻ എടുക്കണം. രാത്രി വരുന്നു, ആൾക്കാരെ പൊക്കുന്നു, എടുക്കുന്നു, നേരെ അങ്ങ് പൊക്കി കയറ്റി വിടുക. സ്പെയിൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അറിയുന്നത്, അവനെ പൊക്കിയെടുത്തു അയച്ചു. കാരണം ഇവരൊന്നും അവിടെ ക്രൈം ചെയ്തവരല്ല. കാരണം ഈ രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടായത് മനസ്സിലാക്കിയിട്ട് അവർ ലോകത്താരോടും പറയാൻ രാത്രിയിലുള്ള ഓപ്പറേഷനാണ്. പോലീസ് വളയുന്നു, വീട് വളയുന്നു, അവരെ പൊക്കിയെടുക്കുന്നു, കൊണ്ടുപോകും. ഇത് ഭയന്നിട്ട് യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും, ഇത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്, ഇവരവ ബ്രിട്ടനിലോട്ട് കയറുക. ഇത് തടയേണ്ടത് ബേസിക്കലി ഈ പ്രതിരോധ സെക്രട്ടറി, അതായത് ജോൺ ഹീലി പറയുന്നത്, ബ്രിട്ടൻ ഈ പറയുന്ന പോലെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, പക്ഷെ ഇവരുടെ സംഭവങ്ങൾ, ഇവർ വരുന്ന ഈ ചെറിയ ചെറിയ ബോട്ടിൽ വരുന്ന ഇവരതിൻ്റെ മുങ്ങിപ്പോവുക പലയിടത്തും വെച്ച്. കാരണം കടൽ പ്രക്ഷോഭം, അത് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നുണ്ട്, കാരണം മരിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ആൾക്കാരെ സ്മഗിൾ ചെയ്യുവാണ്. ഓരോരുത്തരുടെ ഇത്ര രൂപ, ഇത്ര യൂറോ മേടിച്ചിട്ട് അവരവിടുന്ന് കടന്ന് പല ഫിഷിംഗ് ബോട്ടുകളും മറ്റ് സംഭവങ്ങളിൽ കൂടെ കയറി അവരോട് വരികയാണ്. ഇത് ബ്രിട്ടൻ്റെ ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കാൻ പോകും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 1200 പേരെന്ന് പറയുന്നത് ഒരു ദിവസം, അതുപോലെ പല ദിവസങ്ങൾ 500, 600, 800 ഇത്രയും പേര് ഒരു രാജ്യത്തോട് കയറി കഴിഞ്ഞാൽ അപ്പം ആ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളാണ്, നൂറോളം ഇഷ്യൂ ആണ്. അതായത് മാസീവായിട്ട്. കാരണം ഈ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായിട്ട് അവിടുത്തെ ലോ ആൻഡ് ഓർഡറും പ്രശ്നങ്ങളായി കഴിയുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ നേരെ ഇങ്ങോട്ടിങ്ങ് കടക്കുക. കാരണം അവർക്കറിയാം പലർക്കും പിടികിട്ടി, പലയിടത്തും അസൈലമായിട്ടും റെഫ്യൂജി ആയിട്ടും വന്ന പല ആളുകൾക്കും ഈ രാജ്യങ്ങളിലുള്ളവർക്ക് പിടികിട്ടി അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ ആപ്ലിക്കേഷൻ പോലും എടുക്കുന്നില്ല, ഇവർ രാത്രി പൊക്കിയെടുക്കുന്നു. കാരണം ഇത് വൈഡ് സ്പ്രെഡായിട്ട് ജർമ്മനിയിൽ നടക്കുകയാണ്, ഫ്രാൻസിൽ നടക്കുകയാണ്, സ്പെയിനിൽ നടക്കുകയാണ്, പല രാജ്യങ്ങളിലും നടക്കുകയാണ്. കാരണം ഇല്ലീഗൽ അൺഡോക്യുമെന്റഡ് ആയിട്ട് ഒറ്റ ഒരാൾക്കാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ആ രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടായി. ക്രിസ്മസ് ബസാറിൽ, അതായത് മാർക്കറ്റിൽ പ്രശ്നമുണ്ടായി, സ്ട്രീറ്റിൽ പ്രശ്നമുണ്ടായി. ഈ ആൾക്കാർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് റാഡിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഇപ്പം അതിൻ്റെ ആൾക്കാർ അവിടുത്തെ അടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബ്രിട്ടനിലോട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ടെലഗ്രാഫ് പത്രം പറയുന്നത്, ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബ്രിട്ടനിൽ താമസിക്കുന്നവർ, സിറ്റിസൺ ആയിട്ടുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവർക്ക് വരാനുള്ള, കാരണം ഇത് അവിടെ ഒരു സപ്പോർട്ടില്ല, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കയറാൻ പറ്റത്തില്ല. അവർക്കെതിരെ ഏത് നടപടി എടുക്കണം എന്നുള്ളത് ഇപ്പോൾ ബ്രിട്ടനിൽ അതിനെപ്പറ്റി വലിയ ഡിസ്കഷൻ നടക്കുവാണ് പബ്ലിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ. കാരണം ഇത്രയും ആൾക്കാർ ഇലീഗലായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് തന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും. അപ്പം അതിനെ എങ്ങനെ, കാരണം അവർ തന്നെ പറയുന്നു അവരുടെ ബോർഡർ സെക്യൂരിറ്റി കൊളാപ്സായി, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതലായി. കാരണം ഇതിപ്പോൾ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ രാത്രിയും പകലുമായിട്ട് കയറി കൂട്ടത്തോടാണ് കയറി പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വളരെ വ്യക്തമായിട്ട് ഈ പത്രങ്ങളിൽ വരുന്നുണ്ട്. ഇവിടെ കീറ്റ് സ്റ്റാമർക്കെതിരെ ചോദ്യങ്ങളായി. കീറ്റ് സ്റ്റാമർ ഭയങ്കരമായിട്ട് ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒക്കെ വലിയ അറിയപ്പെടുന്ന ഒരു ബാരിസ്റ്റർ, ലോയർ കൂടിയാണ്. ഇതിനെ എങ്ങനെ നേരിടും? കാരണം ഫ്രാൻസും ജർമ്മനി ഇവരെ പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പം
അവരെ പുറത്താക്കി ഈ പറയുന്ന രാജ്യങ്ങളിലോട്ട്, അവരുടെ നേറ്റീവ് രാജ്യങ്ങളിലോട്ട് പോകാതെ ബ്രിട്ടനിലോട്ട് പോകുമ്പോൾ ഇത് നാളെ യൂറോപ്പിന് അതിനേക്കാൾ ഹെഡേക്ക് ആവുക. ഇതിൻ്റെ ഒക്കെ തുടക്കം നിങ്ങൾ നോക്കുക, ട്രംപാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അവിടുന്ന് പുറത്താക്കാൻ. പിന്നെ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത് അമേരിക്ക കാണിച്ചാലും അത് യൂറോപ്യൻ രാജ്യങ്ങൾ അത് ഫോളോ ചെയ്യും. ഇതിൻ്റെ അത് പെട്ടുപോയത് ബ്രിട്ടനാണ്. കാരണം അവർക്കൊരു ഹ്യൂജ് ലൈബിലിറ്റി ആയിട്ട് വരികയാണ്. കാരണം ഈ പറയുന്ന അസൈലം എന്ന് പറഞ്ഞ ഈ സംഭവം ബ്രിട്ടനിലാണെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും വളരെ ഫ്ലെക്സിബിളാണ്. അപ്പം അതാണ് അതിൻ്റെ ഏറ്റവും കാരണം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫർദറായിട്ട് ഗവൺമെൻറ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയില്ല. ഇതാണ് അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പേരിൽ അവർ ബോർഡർ സെക്യൂരിറ്റിയും ഭയങ്കര ടൈറ്റാക്കി, ഇമിഗ്രേഷൻ ലോയും ടൈറ്റാക്കി. പക്ഷേ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ആരൊക്കെ ഇവിടുന്ന് വരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാദിഖാനെതിരെയും ഭയങ്കര, ലണ്ടൻ മേയർക്കെതിരെയും ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. ഭയങ്കരമായിട്ട് അലിഗേഷനാണ് അവിടുത്തെ റൈറ്റ് വിങ് പാർട്ടിയും ഈ ഹാർഡ് കോർ റൈറ്റ് വിങ്ങും പറയുന്നത്. കാരണം ഇതുമായിട്ട് ഫ്ലെക്സിബിളായിട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം എന്നേക്കുമായി ഇല്ലാതാകും. ഇതൊക്കെ ഈ രീതിയിലുള്ള ഡിബേറ്റാണ് ബ്രിട്ടീഷ് പത്രങ്ങളിൽ നടക്കുന്നത്. ഏതായാലും വരാനുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്തായിരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന തീരുമാനം. കാരണം ഇത് അത്രമാത്രം കണ്ണടച്ചിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം കൂടുതൽ ഫോഴ്സിനെയും ബോർഡർ സെക്യൂരിറ്റിയും കൂടുതൽ ടൈറ്റ് ആക്കിയാൽ മാത്രമേ നടക്കൂ. അതേപോലെ ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഈ പറയുന്ന അവരുടെ ബോർഡർ ക്രോസ് ചെയ്ത് കടൽ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യുന്നതിന് പകരം ഇവരെ അവരുടെ നേറ്റീവായിട്ടുള്ള രാജ്യത്തോട്ട് കൊണ്ടാക്കണം. ഇതിനെപ്പറ്റിയുള്ള ഡയലോഗുകളും സ്റ്റാർട്ട് ചെയ്തു. ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരാനുള്ള ദിവസങ്ങൾ അറിയാൻ സാധിക്കും.